ഹായ്, ഹായ്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കുറേ ദിവസമായി എന്തൊരു ബുദ്ധിമുട്ടിന്റെ നടുക്കായിരുന്നു അല്ല മാം. അതെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മ പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെ ലേഗൂസും ഇല്ല, ലേഗൂസ് പണിക്ക് പോയിട്ടായില്ല. ഞാനും വസന്തമ്മയും മാത്രമേ ഇല്ലൂ. പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്, ലോകുട്ടനും സ്കൂളിലും പോയിട്ടുണ്ട്. അപ്പോ നമുക്കിന്ന് നല്ലൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം. നല്ല റെസിപ്പിയാണ്. നമ്മളെ നോമ്പിനെല്ലാം റെസിപ്പി തന്നെ, പക്ഷെ അത് ഹെൽത്തിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഹെൽത്തി വെച്ചാൽ നമ്മൾ അധികം ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. നല്ല ഒരു പലഹാരമാണ്, ഈവനിങ് സ്നാക്കാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികളെല്ലാം സ്കൂളിട്ട് വരുമ്പോഴത്തേനും വേഗം ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ അമ്മ ഇതുവരെ ക്യാരറ്റ് പോള ഇല്ല, ഞാൻ ഇത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അപ്പോ നമ്മ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാല് ക്യാരറ്റ് പോളയാണ് കേട്ടാ. അപ്പൊ എന്താ അന്ന് സംഭവം ഇതിപ്പോ നോക്കിയാലേ അറിയൂലോ. അപ്പൊ അമ്മ ഫസ്റ്റ് ടൈമിലാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് പഞ്ചസാര വേണം. അത് ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച്. പിന്നെ ക്യാരറ്റ് ഒരു 3 എടുത്തിട്ടുണ്ട്, മുട്ട എടുത്തിട്ടുണ്ട് ഒരു 5 പിന്നെ പാൽപ്പൊടി ഇതാ ഇതുപോലത്തെ 10-2 പാക്കറ്റ് വാങ്ങിച്ചാൽ മതി കേട്ടാ. പിന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പിന്നെ എന്താ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഏലക്കായ് നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. അതിന് ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ക്യാരറ്റില്ലേ, അത് തൊലിയെല്ലാം ഒന്ന് ചിരണ്ടിയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ ക്യാരറ്റെല്ലാം ഇതാ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണാക്കണ്ട, കുക്കറിൽ വേവിക്കാനില്ലാണ്. ഈ ഒരു സൈസിൽ ആക്കിയാൽ മതി കേട്ടോ. ക്യാരറ്റെല്ലാം നമുക്ക് ഈ ഒരു കുഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിലടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി പരിപാടിയെല്ലാം ഇല്ലൂ. ഇതൊന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടിയെല്ലാം തുടങ്ങാം. അങ്ങനെ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് അമ്മ. ചെറിയ കുക്കർ ആയതുകൊണ്ട് നമുക്ക് എന്തും ചെറിയ ചെറിയ സാധനം വെച്ചിട്ട് വേഗം വിസിൽ അടിച്ചാൽ ആയില്ലേ കാര്യങ്ങള്. എനിക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ ഒന്ന് വാങ്ങണം. ക്യൂട്ട്. ഇത് കോമ്പോല് എന്താണ് ഇതിന്റെ അപ്പുറം മറ്റേ ഒന്നും കൂടി ഉണ്ട്. ഇതിന്റെ കുറച്ച് വലുത്. രണ്ടിനും കൂടി ഒരടപ്പേ വരുന്നില്ലു. നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഒരു 5 മുട്ടയാണ് എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഇനി 5 മുട്ട പൊട്ടിച്ചൊഴിച്ചത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഒരു 6 ഏലക്കായി തൊലി കളഞ്ഞെടുത്തിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പാൽപ്പൊടി 2 പാക്കറ്റ് 10 രൂപേൻ്റെ പാൽപ്പൊടി അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തരും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ളതാണ്, നല്ല മണമുണ്ട്, നല്ല കേക്കിൻ്റെ ഒരു സ്മെല്ല് അടിച്ചെടുക്കുമ്പോൾ തരും. ഇനി നമുക്ക് ഫ്രൈ പാനിൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ആദ്യം ഒന്ന് വറുത്ത് കോരാ, നെയ്യ് ഒഴിച്ചിട്ട് അതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി ഈ പാനിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയ നെയ്യുണ്ട്. തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ റെഡിയാക്കിയ പിന്നെ അടച്ചു വെച്ചതിന് ശേഷം തീ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതൊന്ന് സെറ്റാവുന്നതിന് മുന്നേ തുറന്നിട്ട് നമുക്ക് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതില്ലേ അതതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നില്ല കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം നമ്മളെ കയ്യിലില്ലേ അത്ര പോലെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും കൂടി ഒഴിക്കാനുള്ള ബാറ്റർ ഉണ്ട് കേട്ടോ. ഇത് റെഡി ആയതിന് ശേഷം നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ബാക്കിയുള്ള ബാറ്റർ ഇതാ ഇപ്പുറം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൊകചക കളറ്, നല്ല ക്യാരറ്റിന്റെ. ഇപ്പുറത്തത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എന്താ സൈഡെല്ലാം ഇങ്ങനെ നല്ല പോലെ മൊരിഞ്ഞു വരുന്നോണ്ട് ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെന്തോ നോക്കാം. നല്ല മണം വരുന്നുണ്ട്. എന്താ നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ കയ്യിലൊന്നും കത്തിക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 10-15 മിനിറ്റ് എല്ലാം വെക്കണം എന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ 10-15 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. ആകെ മുട്ടയും അതല്ലേ ഇല്ലേ, ക്യാരറ്റ് ഓൾറെഡി വെന്തതല്ലേ. അപ്പോൾ ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട, ഒരു 7 മിനിറ്റ് അങ്ങനെയുള്ള ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ആയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അടി പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട്, വേഗം റെഡിയാവുന്നുമുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതാ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇവിടുന്ന് വേഗം റെഡി ആവട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം ആക്കിയതിനേക്കാൾ രണ്ടാമത് ആക്കിയതാണ് കുറച്ചും കൂടി അല്ലേ ഫ്ലഫി ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അമ്മ ടേസ്റ്റ് നോക്കൂ. ആദ്യം നല്ല സോഫ്റ്റ് ആയി. 5 മുട്ട ഇട്ടിട്ടുണ്ടായിന്, ഭയങ്കര സോഫ്റ്റ്. വായിലിടുമ്പോ തന്നെ ആ മുട്ടയുടെ ടേസ്റ്റ് തന്നെ വായിലിടുമ്പോ തന്നെ ആ മുട്ടയുടെ ടേസ്റ്റ് അറിയാം. പക്ഷെ അമ്മ കട്ടട മണിക്കുമ്പോഴേ ഇതിനെക്കാളും കുറച്ചും കൂടി ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. കട്ടിയില് ആക്കുന്നുണ്ടോ അങ്ങനെ അതൊന്നും അറിയില്ല. അതിന് വേറെ ചേർക്കുന്നുണ്ടോ അറിയില്ല. റൈസ് പൗഡറോ ആദ്യമൊക്കെ കുറച്ച് നല്ലോണം അതിനടി അലിഞ്ഞു പോന്ന്. അപ്പോ ക്യാരറ്റ് പോള എല്ലാവർക്കും ഇഷ്ടമായ അമ്മ?
കുറച്ച് മധുരം കൂടി പോയി ഇനി കേട്ടാ, അത്ര മധുരം വേണ്ടാന്ന് തോന്നുന്നു അതിന്. അപ്പോൾ നോമ്പ് തുറക്കെല്ലാം ഉണ്ടാക്കാനെല്ലാം പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പം വൈകുന്നേരം കുട്ടികൾക്കെല്ലാം സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്യണേ അല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, അതെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ.